ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യതീന്ദ്രന് ജാമ്യം കിട്ടിയില്ല എന്ന് കണ്ടതോടെ വിഷമത്തോടു കൂടിയാണ് പത്മയടക്കം എല്ലാവരും വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നന്ദിനി ആണെങ്കിലോ യതീന്ദ്രന് ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആരതി തട്ടൊക്കെ തട്ടിയിട്ട് പോവുകയാണ് പത്മ. എന്നിട്ട് ദേഷ്യപ്പെട്ട് നന്ദിനിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നന്ദിനി സൂര്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. എന്താണ് ജാമ്യം കിട്ടാഞ്ഞത് എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, വിഗ്രഹം കാണാതായത് അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തുന്നത്. അവരാണ് ജാമ്യത്തിന് എതിർ നിൽക്കുന്നത് എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് അടുത്ത ജാമ്യത്തിന് നോക്കാൻ പറ്റൂ. ഇനി എല്ലാ കാര്യങ്ങളും വിശദമായി ഞാൻ പറയാം, നീ വാ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യൻ നന്ദിനിയെയും കൂട്ടി പോകുന്നത്. സമയം രഞ്ജിത്താണെങ്കിലോ മൊബൈൽ കാണാത്ത ടെൻഷനിലാണ്. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ തെരച്ചിൽ തന്നെയാണ് കേട്ടോ രഞ്ജിത്തിന്. അപ്പോഴാണ് അവിടേക്ക് ഉദയനും വന്ദനയും ഹരിതയും പത്മയൊക്കെ ചെല്ലുന്നത്. എന്നിട്ട് രഞ്ജിത്തിനോട് ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോഴും നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രഞ്ജിത്ത്, നിനക്ക് എന്താണ് ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ രഞ്ജിത്ത് ഇല്ല, എനിക്കൊരു പ്രശ്നവുമില്ല. അത് കേട്ടപ്പോൾ പത്മയ്ക്കൊരു സംശയം വരികയാണ്, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇവനിപ്പോൾ ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നതായിരിക്കുമോ എന്നുള്ള ചിന്ത പത്മയുടെ മനസ്സിൽ വരാട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ രഞ്ജിത്ത്, നിനക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് നിനക്കിപ്പോൾ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നാണോ നീ മനസ്സിൽ ചിന്തിക്കുന്നത്? നിന്റെ പെരുമാറ്റത്തിൽ നിന്നും ഈ ആൻറ്റിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ രഞ്ജിത്ത് ഇല്ല ആൻറ്റി, എനിക്ക് ഈ കല്യാണത്തിന് ഒരു സമ്മതക്കുറവുമില്ല. അങ്ങനെ രഞ്ജിത്ത് എല്ലാവർക്കും മുന്നിൽ അങ്ങ് തടി തപ്പുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഹേമയുടെ അച്ഛനും അമ്മയും കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യയാണ് അവർ കാണുന്നത്. അപ്പോൾ സൂര്യയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഹേമയുടെ അച്ഛനും അമ്മയാണ്. ഹേമ ഇന്നലെ ഇവിടേക്ക് ഫംഗ്ഷന് വന്നതിൻ്റെ ശേഷം ഹേമ ഇതുവരെയും തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ പരിചയമുള്ളവരോടും ഹേമയുടെ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചു, പക്ഷേ ഹേമ അവിടെ ചെന്നിട്ടില്ല. ഇനിയിപ്പോൾ വേദയ്ക്കെങ്ങാനും ഹേമയെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് സൂര്യ ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ അവരെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വേദയെ വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വേദയെ വിളിക്കുമ്പോൾ അമ്മയടക്കം എല്ലാവരും അവിടേക്ക് വരികയാണ്. എന്നിട്ട് വേദയെ കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, മോളെ ഞങ്ങൾ ഹേമയെക്കുറിച്ച് ചോദിക്കാനാണ്, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മോളെ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് നിന്നെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഹേമ ഇതുവരെയും വീട്ടിലേക്ക് വന്നില്ലേ അങ്കിൾ ആൻറ്റി എന്ന് വേദ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയണേ, ഇല്ല മോളെ, ഞങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചു, പക്ഷേ അവൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല. അവളുടെ നിശ്ചയം പങ്കെടുക്കാൻ വേണ്ടിയാണ് അവൾ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വന്നതിന് ശേഷം പിന്നീട് ഒരു വിവരവും ഹേമയെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മോളെ, ഹേമയ്ക്ക് വല്ല ആൺകുട്ടികളോടും പ്രേമവും മറ്റോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയണേ, ഇല്ല അങ്കിൾ, അങ്ങനത്തെ ഒരു സ്വഭാവം ഹേമയ്ക്കില്ല. ഹേമയ്ക്ക് അങ്ങനെയുള്ള ഒരു മോശം സ്വഭാവം ഹേമയ്ക്കില്ല അങ്കിൾ. ഞാൻ കരുതിയത് നിങ്ങൾ എന്നെ രാത്രിയിൽ വിളിച്ച ശേഷം ഹേമ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. ഇതുവരെയും ഹേമ അവിടെ എത്തിയില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന പത്മ പറയണേ, ഹേമ ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയില്ലേ, അപ്പോൾ ഒരു രാത്രി മുഴുവനും കഴിഞ്ഞല്ലോ. ആയാലും നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കെ, ഹേമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് പത്മ പറയട്ടോ. അപ്പോഴത്തേക്കും സൂര്യ പറയണേ, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അങ്കിളും ആൻറ്റിയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം, അല്ലാതെ ഇത് ശരിയാവില്ല. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എൻ്റെ ഹേമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നാണോ മോൻ പറയുന്നത്? അല്ല അങ്കിൾ, അങ്ങനെ നിങ്ങൾ കരുതണ്ട. എന്തുകൊണ്ടും ഹേമ ഇതുവരെയും വീട്ടിലെത്താത്ത സ്ഥിതിക്ക് പോലീസിലൊരു പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴൊക്കെ രഞ്ജിത്ത് ഇങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ട് കേട്ടോ. രഞ്ജിത്തിന് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഹരിതയാണെങ്കിലോ രഞ്ജിത്തിൻ്റെ പെരുമാറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഹരിതയ്ക്ക് ഒരു സംശയവും വരുന്നുണ്ട്. ഹേമയുടെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് രഞ്ജിത്ത് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് അന്ന് ഹേമയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ഈ ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് സൂര്യ അടക്കം ഹേമയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നത്. അപ്പോൾ രഞ്ജിത്ത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ടി വിയിലുള്ള ന്യൂസ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ രഞ്ജിത്ത് അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് വിജയൻ്റെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ വിജയൻ പെട്ടെന്ന് തന്നെ ന്യൂസിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹേമയുടെ അച്ഛനും അമ്മയും പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിജയൻ പറയുന്നത്, ദേ നോക്ക്, ഈ ന്യൂസിൽ ഇതാ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കത്തി അമരുന്നത് കാണുന്നു, ഇതെന്താ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ വിജയൻ പറയണേ, ഇത് ഹേമ ഇട്ടിരുന്ന ഡ്രസ്സല്ലേ, ഹേമയെ പോലെയാണല്ലോ തോന്നുന്നത് എന്നങ്ങ് വിജയൻ പറഞ്ഞതോടുകൂടി ഹേമയുടെ അമ്മ അങ്ങ് അടുത്തേക്ക് വരികയാണ് കേട്ടോ. ആ ടി വിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഹേമയുടെ ഡ്രസ്സുകളൊക്കെ കത്തി അമരുന്ന ആ ഒരു സീനാണ് കേട്ടോ കാണുന്നത്. അതോടുകൂടി എൻ്റെ
എൻ്റെ മോൾ ഹേമ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ന്യൂസിൽ പറയുന്നുണ്ട്, ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഡെഡ് ബോഡി ആരോ കത്തിച്ചിട്ടിരിക്കുന്ന നിലയിൽ എന്നൊക്കെയാണ്ട് വിശദമായിട്ട് തന്നെ ന്യൂസ് റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹേമയുടെ അമ്മ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ്, എൻ്റെ മോൾ ഹേമ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഹേമയുടെ അമ്മയുടെ ബോധം പോവുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി അവിടേക്ക് ഓടി വരിക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം രാജുവിനോട് എടുത്തുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ മുഖത്തേക്ക് തെളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, അങ്കിളും ആൻറ്റി ഇങ്ങനെ കരയല്ലേ, ഇത് ഹേമയാണെന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? ഇതുപോലത്തെ എത്ര ഡ്രസ്സ് എത്ര പേർക്കുണ്ടാവും, ഒരേപോലെയുള്ള ഡ്രസ്സ് എത്ര പേർക്കുണ്ടാവും, നിങ്ങൾ ഇങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ, ഇത് ഹേമയൊന്നുമല്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുകയാണ്. നിങ്ങൾ ആദ്യം അതിലേക്ക് വാ, അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഹേമയാണെന്നും പറഞ്ഞ് നിങ്ങൾ പൊട്ടിക്കരയാതിരിക്കുക, ഇത് ഹേമയൊന്നുമല്ല എന്ന് പറഞ്ഞ് സൂര്യ അവരെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോഴൊക്കെ അവരുടെ ആ നിലവിളിയും നെഞ്ചത്തടിച്ചുള്ള കരച്ചിലൊക്കെ കാണുമ്പോൾ രഞ്ജിത്തിന് നല്ല ടെൻഷൻ ആവുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്ത് നല്ല പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഹരിത നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിതയ്ക്ക് നല്ല സംശയം വരുന്നുണ്ട്. ഈ സമയം ഉദയൻ്റെ മുഖത്തേക്ക് വന്ദന നോക്കുകയാണ്. എന്നിട്ട് ഉദയനോട് റൂമിലേക്ക് വരാൻ വേണ്ടി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉദയനും വന്ദനയും കൂടി റൂമിൽ പോയിട്ട് വന്ദന പറയാണ്, ഈ കല്യാണം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ജാതകത്തിലൊക്കെ കുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കെന്തോ ഈ കല്യാണം നിശ്ചയിച്ച അന്നു മുതൽ തുടങ്ങിയതാണ്. ഈ കല്യാണം ആലോചിച്ച അന്നു മുതൽ ഈ വീട്ടിൽ എന്നും ഓരോ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഇതിലൊരു ദുരൂഹത തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഓരോരോ ദുശകുനങ്ങളും കാണുന്നു. ഇപ്പോൾ യതീന്ദ്രനാണെങ്കിൽ ജയിലിൽ പോവേണ്ടി വന്നു. നിശ്ചയത്തിൻ്റെ അന്ന് ഇവിടേക്ക് പങ്കെടുക്കാൻ വന്ന ആ കുട്ടിയെ ഇപ്പോൾ കാണാനില്ല. എനിക്കെന്തോ ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹത പോലെ തോന്നുന്നു. ജാതകത്തിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങളുടെ അനിയത്തിയുടെ മോളാണെങ്കിലും കൂടിയിട്ട് ജാതകമൊക്കെ നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടെ നടക്കുന്ന ഓരോ സംഭവം നോക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. ഈ കല്യാണം വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടപ്പോൾ ഉദയം പറയണേ, എന്താ വന്ദന നീ ഈ പറയുന്നത്? നീ ഇതൊക്കെ പറയുന്നത് പത്മ എങ്ങാനും കേട്ടാലുണ്ടല്ലോ, പത്മയ്ക്ക് അത് വല്ലാത്ത ഒരു ഷോക്ക് തന്നെയാവും. ഇപ്പോഴേ പത്മ വല്ലാതെ സങ്കടത്തിലാണ്. ഈ ഒരു സംഭവം കൂടി പത്മയുടെ ചെവിയിൽ കേട്ടാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഹരിത കേട്ടുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഹരിത പറയണേ, എന്താ മമ്മി ഈ പറയുന്നത്? രഞ്ജിത്തിന് ഇത്രയും നല്ല ഒരു വിവാഹം ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മമ്മി വെറുതെ ജാതകം അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഈ കല്യാണം ഇനി മുടക്കാനൊന്നും നിൽക്കണ്ട. രഞ്ജിത്തിന് ഏറ്റവും നല്ല ബന്ധമാണ് വേദയുമായിട്ടുള്ള ബന്ധം. നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച കല്യാണമാണ് രഞ്ജിത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മമ്മി വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട. ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യണം. ഈ കല്യാണത്തിന് ഒരു ദോഷവുമില്ല. ഇതെല്ലാം ഒരു സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ചതിയിലൂടെ നടന്നതാണെന്ന് കൂടി മമ്മി ആദ്യം ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് മമ്മി വെറുതെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ ഹരിതയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹരിത? ഞങ്ങളിപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡാഡി, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? മമ്മി വെറുതെ ജാതകം അത് ഇത് എന്ന് പറഞ്ഞ് വെറുതെ ഈ കല്യാണം മുടക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഉദയം പറയുന്നത് അത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത്. ഹരിത പറയുന്നതാണ് ശരി. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് തിരിച്ച് കൂട്ടാൻ നിൽക്കണ്ട. ഇതെല്ലാം വെറും സ്വാഭാവികമായിട്ടും ചതിയിലൂടെയും നടന്ന സംഭവങ്ങളാണ്. അല്ലാതെ ഇതിലൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഉദയൻ ഹരിതയോടൊപ്പം നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ദന പറയണ, അച്ഛനും മോളും കൂടി എന്താന്ന് വെച്ച് തീരുമാനിച്ചോ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി എന്താന്ന് വെച്ച് ആലോചിച്ച് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് വന്ദന അങ്ങ് പോവാണ്. സൂര്യ ഹേമയുടെ അച്ഛനെയും അമ്മയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടാവട്ടെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം യതീന്ദ്രനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത്. നന്ദിനി ഒരു ഗ്ലാസ് പാലുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു ഗ്ലാസ് പാലെങ്കിലും സൂര്യ സാർ ഒന്ന് കുടിക്ക്. ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും ഒന്നും കഴിച്ചില്ലല്ലോ, ഇതൊന്ന് കുടിക്ക്. പോരാത്തതിന് ഈ സിഗരറ്റും വലിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് പാലെങ്കിലും സൂര്യ സാർ ഒന്ന് കുടിക്ക് എന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് നന്ദിനി, എനിക്ക് വിശപ്പും ദാഹവും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട നന്ദിനി, നീ അത് കൊണ്ടുപോയിക്കോ. നീ എന്തെങ്കിലും കഴിച്ചോ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ, എനിക്കും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല സൂര്യ സാർ. അച്ഛനെക്കുറിച്ച് ഓർത്ത് ഒരു സമാധാനവുമില്ല. എന്നെ മനസ്സിലാക്കിയിരുന്ന ഒരേ ഒരാൾ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ് എന്നെ സ്നേഹിക്കുന്നതും എന്നെ മനസ്സിലാക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് സൂര്യ വല്ലാതെ വിഷമിക്കുവാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയണ, സൂര്യ സാർ ഇങ്ങനെ ടെൻഷൻ
ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ആശ്വാസവാക്കുകളൊക്കെ പറയുകയാണ്. അങ്ങനെ നന്ദിനിയോട് പറയണേ, നന്ദിനി എനിക്ക് എന്തായാലും പാല് വേണ്ട, ഇനി അഥവാ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞോളാം, ഞാൻ കുറച്ച് നേരം തനിച്ചൊന്ന് ഇരിക്കട്ടെ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നന്ദിനിയെ പറഞ്ഞു വിടണം. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, സൂര്യ സാർ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, എന്തായാലും യതീന്ദ്രൻ സാറിന് ഉറപ്പായും ജാമ്യം കിട്ടും, യതീന്ദ്രൻ സാറിൻ്റെ നിരപരാധിത്വം ഉറപ്പായും തെളിയും. പിന്നെ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഹേമ എവിടേക്കാണ് പോയത് എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ഹേമയ്ക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക, ഹേമ ഇവിടേക്കാണ് അവസാനമായി വന്നിട്ടുള്ളത്, പിന്നെ ആ പെൺകുട്ടിക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നന്ദിനി സൂര്യയോട് പറയുന്നുണ്ട്. സമയം പത്മയും വന്ദനയും ഹരിതയും ഇന്ദ്രജയും വിജയനും ഉദയനൊക്കെ കൂടി ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേദയും രഞ്ജിത്തുമൊക്കെ ഒപ്പമുണ്ട്. പക്ഷേ വേദയാണെങ്കിലോ ഹേമയെക്കുറിച്ച് ഓർത്ത് പരിസരബോധമില്ലാതെയാണ് ഇരിക്കുന്നത്. ഹേമയ്ക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ടെൻഷനോട് കൂടിയാണ് കേട്ടോ വേദ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. രഞ്ജിത്താണെങ്കിലോ ഹേമയെ ഞാൻ കൊണ്ടുപോയി കത്തിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ തെളിയുമോ, ഞാനാണ് ഹേമയെ കൊന്നത് എന്ന് തെളിയുമോ, പോലീസ് എങ്ങാനും ഇവിടേക്ക് വരുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ രഞ്ജിത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ മൊബൈൽ എവിടെ പോയി, എൻ്റെ മൊബൈലിലുള്ള എല്ലാ തെളിവുകളും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതോടുകൂടി എൻ്റെ എല്ലാ കള്ളത്തരവും പൊളിയും, എൻ്റെ ഫോൺ എവിടെ പോയി എന്നുള്ള ആ ഒരു ചിന്തയും ഉണ്ട് രഞ്ജിത്തിൻ്റെ മനസ്സിൽ. അപ്പോഴത്തേക്കും ഇവരൊക്കെ കൂടി എല്ലാവരും കൂടി ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഇൻവിറ്റേഷൻ കാർഡ് സെലക്റ്റായി, നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്റ്റാക്കി. പക്ഷേ നമ്മളുടെ ഇഷ്ടമല്ലല്ലോ പ്രധാനമുള്ളത്, ഇവരുടെ രണ്ടുപേരുടെയും ഇഷ്ടമല്ലേ, ഇവരോട് രണ്ടുപേരോടും ചോദിക്കാമെന്ന് പറഞ്ഞ് ഹരിത രഞ്ജിത്തിനെയും വേദയും വിളിക്കാൻ കേട്ടോ. അപ്പോൾ രണ്ടുപേരും പരിസരബോധമില്ലാതെയാണ് ഇരിക്കുന്നത്, രണ്ടുപേരും നല്ല ആലോചനയിലാണ്. അപ്പോൾ രഞ്ജിത്ത് നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ഹരിത ചോദിക്കുകയാണ്. അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് രഞ്ജിത്ത് അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കല്യാണത്തിനുള്ള കുറിയാണിത്, ഇതിൽ ഏത് ഇൻവിറ്റേഷനാണ് നിങ്ങൾക്ക്, ഏത് മോഡലാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യും. അപ്പോൾ രഞ്ജിത്ത് പറയണേ, നിങ്ങൾ തന്നെ അങ്ങ് സെലക്ട് ചെയ്തോ, ഏതായാലും കുഴപ്പമില്ല, ഇനി വേദയോട് ചോദിച്ചു നോക്ക്, വേദയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ അത് തന്നെ മതി എന്ന് പറയുമ്പോൾ വേദ പറയണം, അത് പറ്റില്ല, രഞ്ജിത്തിനും എനിക്കും ഒരുപോലെ ഇഷ്ടമുള്ളത് മാത്രം മതി സെലക്ട് ചെയ്യൽ, എൻ്റെ മനസ്സിൽ ഞാനൊരു മോഡൽ ഇപ്പോൾ സെലക്ട് ആക്കിയിട്ടുണ്ട്, അത് തന്നെയാണ് രഞ്ജിത്തിനും ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരേ കാർഡാണ് കേട്ടോ ഇനി തൊടാൻ പോകുന്നത്. അപ്പോൾ ഹരിത പറയണേ, കല്യാണത്തിൻ്റെ മുന്നേ തന്നെ രണ്ടുപേരും നല്ല മനപ്പൊരുത്തമുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കുമാണ് ഇനിയിപ്പോൾ ഹേമയുടെ പോലീസ് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസുകാർ അവിടെ എത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.